ഹലോ ആൻഡ് വെൽക്കം ടു നാലന്ദ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടിബറ്റൻ മണ്ഡല തീമിലുള്ളതാണ്. ടിബറ്റൻ 5 എലമെൻറ്റ്സ് ഇല്ലേ, നമ്മുടെ അഗ്നി വായു പഞ്ചേന്ദ്രങ്ങളൊക്കെ ഇല്ലേ, 5 എലമെൻറ്റ്സ് ഓഫ് ലൈഫ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടിബറ്റൻ മണ്ഡലയുടെ ഔട്ടറാണ് ചെയ്യാം. ഔട്ടർ അല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻട്രിക്കേറ്റ് വർക്ക്സിലേക്ക് പോകുന്നില്ല, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ നമുക്ക് അതിൽ എന്തൊക്കെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും സ്പേസ് ബാക്കി വേണം, അതുകൊണ്ട് ഞാൻ ഈ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം വേണ്ട സർക്കിൾ. ഇനി അതിൻ്റെ കുറച്ച് താഴേക്കായിട്ട് സോറി കേട്ടോ, ഞാൻ ഒരു സർക്കിൾ കൂടെ വരയ്ക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് സർക്കിൾ. ഓക്കെ, ഇനി അതിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, നമ്മുടെ തേർഡ് സർക്കിൾ. നമുക്ക് ആദ്യം വരച്ച് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു മേജർ സർക്കിൾ വരുന്നുണ്ട്. അപ്പോൾ വീൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് സർക്കിൾ കേട്ടോ. ഇതാണ് നമ്മുടെ വെരി ഫസ്റ്റ് സർക്കിൾ. അപ്പോൾ ആ സർക്കിളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ എടുക്കുക. പെൻസിൽ വെരി ഷാർപ്പ് പെൻസിൽ വേണം, കാരണം ഫൈൻ ലൈൻസ് ആണ് ഇതിന്. ആൻഡ് ലെറ്റ്സ് ടേക്ക് എ സ്മോളർ സ്കെയിൽ കേട്ടോ. സ്മോളർ സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ വെരി ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇങ്ങനൊരു ലൈൻ വരച്ചു. ആൻഡ് അതേപോലെ താഴത്തും ഇതുപോലെ ഒരു ലൈൻ വരച്ചു. 2 ലൈന് വരച്ചിട്ടാണ്, മുകളിലും താഴെയായിട്ട്. ഇനി ഈ അറ്റത്തിന് ഞാൻ ഇങ്ങനെ വരയ്ക്കും. ആൻഡ് ഇതിനെ ഞാൻ മുകളിലേക്കും വരയ്ക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടി. ഇനി ഈ സ്റ്റാറിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐ എം ഗോണ ടേക്ക് മൈ ഇറേസർ എടുത്തിട്ട് ഈ മുകളിലോട്ടുള്ള ഇത് നമുക്ക് ഫുള്ളായി കാണണം. മുകളിലോട്ടുള്ള ട്രയാങ്കിൾ ഫുള്ളായിട്ട് നമുക്ക് കാണണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈൻസ് ഇങ്ങനെ വേണം ചെയ്യാൻ. ഞാനതൊന്ന് ബ്ലാക്ക് ആക്കിയിട്ട് വരയ്ക്കാം. ബ്ലാക്ക് ആക്കിയിട്ട് കളർ ഫില്ല് ചെയ്തിട്ട് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഇസ് ഗോണ ബി ദ വെരി ഫസ്റ്റ് പോയിന്റ്. ആദ്യത്തെ ട്രയാങ്കിൾ. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ ബാക്കിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് മാത്രം. ആൻഡ് റെസ്റ്റ് ഈ ഒരു സർക്കിൾ. ദിസ് ഇസ് സ്റ്റേജ് 1. ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അങ്ങനെ ഓരോരോ പോയിന്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് പോകാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ട്രയാങ്കിളും കൂടെ വേണം കേട്ടോ. അത് ഞാനിപ്പോൾ വരയ്ക്കാൻ പോവാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു ഇവിടെ. എന്നിട്ട് അതിനെ ഞാൻ ഇതിൻ്റെ മിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെയും വരച്ചു. അപ്പോൾ നമുക്ക് അവിടെ ഇനി അതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി പോവും. അത് നമുക്ക് വരച്ച് പോവാം. ഓക്കെ ഓക്കെ ആൻഡ് ഇതിൻ്റെ ഉള്ളിലും ഞാനൊരു ചെറിയ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ തന്നെ വരയ്ക്കുകയാണ്. ഇത്രയും നമുക്കിപ്പോൾ ഫസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ സ്കെച്ച് എടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഉള്ളിൽ ഞാൻ യെല്ലോ കൊടുത്തു. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് ഔട്ടറിലുള്ള ലെയറില്ലേ, ഇത് ഞാൻ റെഡാണ് കൊടുക്കുന്നത്. ദിസ് ഇസ് അതിൻ്റെ ഏറ്റവും ഉള്ളിൽ യെല്ലോ, പുറത്ത് റെഡ് കേട്ടോ. ഇനി അതിൻ്റെ ഔട്ടർ ലെയറിൽ, ഈ ലെയറിൽ ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്.
ശരിക്കും നല്ല ഭംഗിയാവാൻ നമ്മൾ ഈ ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിന് പകരം യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ പെന്നൊക്കെ വെച്ചിട്ട് നല്ല മാർക്കേഴ്സൊക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ബട്ട് ഫോർ ദ ടൈം ബീയിങ് നമ്മൾക്കിപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല, ക്ലിയർ വിസിബിലിറ്റി ഉണ്ടാവില്ല. ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് യു ഹാവ് ലൈറ്റ് ബ്ലൂ സ്കെച്ച് പെൻ അത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് ബ്ലാക്ക് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് നോക്കണം. ദിസ് ഈസ് ആക്ച്വലി ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ആ 2 ലൈനും കൊടുത്തു. ആൻഡ് ദെൻ ഉള്ളിൽ നമ്മൾ റെഡും യെല്ലോയും കൊടുത്തു. ഇനി ഇതിൻ്റെ ഔട്ടറിൽ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഞാൻ ഗ്രീൻ കൊടുക്കുകയാണ്. സോ ഗ്രീൻ ഉണ്ട്, ആ ലെയർ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് പോവാം. ഇനി നമുക്ക് ചെറിയ ഗ്രിഡ്സ് 1-2 വരയ്ക്കാം കേട്ടോ. ഗ്രിഡ്സ് വരാൻ നമ്മുടെ കാൽക്കുലേഷൻസ് കറക്റ്റ് ആവാനാണ്. അപ്പം ഞാൻ എന്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്, ആൻഡ് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു, ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെയൊക്കെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഇതിൻ്റെ 3/4 മെഷർ എടുത്തു. 1 ഈക്വൽ ആയിരിക്കുമല്ലോ എന്തായാലും. ഈ പോയിന്റിൽ വെച്ചു, വീണ്ടും വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അയ്യോ, അതിൻ്റെ ഉള്ളിലേക്ക് ലൈൻ പോയിട്ട് അത് പോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ലൈൻ വരണ്ട. ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ ഇവിടെയാണ് വരുന്നത്. അതിനെ ഞാൻ എന്താ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കേർവ് ചെയ്ത് വീണ്ടും ആ ലൈനിൽ തന്നെ അവസാനിക്കുന്ന രീതിയിൽ കേട്ടോ. അതായത് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കേർവ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും താഴത്തോട്ട് വരിക. അപ്പോൾ ഒരു നല്ല പൂ പോലെ 8 ഇതളുകൾ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസൈനായിട്ട് ഒരു ലെയർ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പെന്നുകൊണ്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ അത് ഭംഗിയാവും. വെറുതെ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് അത് വരുന്നത്. ഞാൻ ഐ വുഡ് പ്രിഫർ ഇനിയുള്ള ലെയേഴ്സ് ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, എനിക്കത് സ്കെച്ചിൻ്റെ ആ ലെയർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഇൻ ടു കളർ പെൻസിൽ. നിങ്ങൾക്കും കളർ പെൻസിൽ കൊണ്ട് ചെയ്യാനേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. എനിക്ക് സ്കെച്ച് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇങ്ങനെ വേണം. ഇനി ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് അതിന് കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ എങ്ങനെ ടേക്ക് എൻ്റെ റെഡ് എടുത്തു. ഈ ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ, നിങ്ങൾ കളർ മാറിയെന്ന് വിചാരിക്കണ്ട. ദിസ് ഇസ് ജസ്റ്റ് ഞാൻ ആ മീഡിയം ഒന്ന് മാറ്റിയതാണ്, കളർ പെൻസിലാക്കി കൊടുത്തതാണ്. കുറച്ചൊന്ന് സോഫ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് വോണ്ട് അത്രയ്ക്കൊരു ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യണ്ട എന്നുള്ള ഇതുകൊണ്ട്.
നമുക്ക് ഇതൊന്ന് ഇങ്ങനെ സർക്കിൾ ഫില്ല് ചെയ്യണം. ഇത് കുറച്ച് കോംപ്ലെക്സ് ആണ്. ഇത് വർക്കൗട്ട് ആയാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ, അതർവൈസ് ഐ വിൽ നോട്ട് പോസ്റ്റ് ഇറ്റ്. ഇനി ഞാൻ ബ്ലൂ എടുക്കുക, ഡാർക്ക് ബ്ലൂ എടുക്കുക. നമ്മൾ ഡാർക്ക് ബ്ലൂ ആണല്ലോ ഉള്ളിൽ കൊടുത്തത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യണം. വേണ്ട, ഇത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഒരു ലെയറും കൂടെ കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ നമുക്ക് വേണ്ടത് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ്. ട്രയാങ്കിൾസ് അല്ല, സ്ക്വയേഴ്സ് വരയ്ക്കാനാണ്. അപ്പോൾ ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷമേ ഞാൻ എന്തും ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. സോ ഞാൻ ഈ ഒരു സർക്കിളില്ലേ, അടുത്ത സർക്കിളിനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ എന്താ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിനെ കറക്റ്റ് റൗണ്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് ഇവിടെ തട്ടി. ഇനി അടുത്തത് ഈ ഒരു കോർണറിൽ ഇതിനെ തട്ടുന്ന രീതിയിൽ ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ് ഈ സർക്കിളിന്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടി. ഇനി അതിന് ഒരു ലെയർ, ഒരു ബോക്സ് പോലെ ആക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ ചെറിയൊരു ലൈനും കൂടെ ഇട്ട് കൊടുക്കണ്ട, അത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ, ചെറിയൊരു വീതിയിൽ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു ഡബിൾ ലൈനുള്ള സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്ക്വയർ. ഇനി നമുക്ക് വീണ്ടും വരയ്ക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ വീണ്ടും ഈ കോർണറിനെ തട്ടുന്ന രീതിയിൽ ഒന്ന്, ഇതൊരു ലൈൻ. ഇനി ഇതൊരു ലൈൻ. ഓക്കെ, ഇങ്ങനൊരു ലൈൻ, അതായത് ഇതിൻ്റെയൊക്കെ ഇടയിൽ വരും അടുത്ത ലൈൻ. ചെറുതായി ഒന്ന് തെറ്റിപ്പോയി, ഞാനതൊന്ന് മായ്ച്ചിട്ട് വരച്ചോട്ടെ. കാണാൻ വേണ്ടി തന്നെ മായ്ക്കുന്നുണ്ട്. ഞാൻ വരച്ചത് ഏകദേശം സെൻറ്ററിലേക്ക് വരണം, അതുകൊണ്ടാണ് ഞാൻ മായ്ക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കിൾ കറക്റ്റാണ്. നമുക്കത് കണ്ടോ ഇവിടേക്ക്. ഇനി ഇങ്ങനെ വേണം അടുത്തത് പോവാൻ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ രണ്ട് കോർണേഴ്സില്ലേ, ഇതും ഈ സെൻറ്ററിലിതും, അതും കൂടെ ചേർത്തി വരയ്ക്കുകയാണ് ഇങ്ങനെ. ഇനി അടുത്തത് ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക്, പിന്നെ ഈ ഒരു പോയിന്റിലേക്ക്, ഇനി ഈ ഒരു പോയിന്റ്, ഇതും കൂടെ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഇനിയൊരു വേറൊരു കോർണറിലും കൂടെ വരുന്ന ഈ പോയിൻറ്റ്സ് അല്ലാതെ അടുത്ത പോയിൻറ്റ്സിന് ചേർത്തിട്ടുള്ളൊരു സ്ക്വയർ കിട്ടി. ഇനി അവിടെയും ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഉള്ളിൽ വരയ്ക്കുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും അവിടെ. അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് കിട്ടി. ഓരോ പോയിൻറ്റ്സിലും നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ ലൈൻസിലും തട്ടുന്ന രീതിയിലുള്ള സ്ക്വയേഴ്സ് കിട്ടി. ഇനി നമുക്ക് അതിനെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഡാർക്കൻ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഇതേ കളർ തീമിൽ പോകണം. അപ്പം ഞാൻ റെഡ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അതായത് അത് ഷോ യു. ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഇതാ ഇതും ഇതിൻ്റെ രണ്ട് ലൈൻ ഞാനിങ്ങനെ വരച്ചു. ഇനി ഇതിനെ ഇതുവരെ കറക്റ്റായി. ഇതാണ് ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടെ പോസ് ചെയ്യുക.
ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തതില്ലേ അത് ഇങ്ങനെ പോവാം. വീണ്ടും അടുത്ത ലെയർ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഓക്കെ. ഇനി ഇത് വീണ്ടും താഴത്തോട്ട് വരിക. അവിടെ പോസായി. ഇവിടെ ഈ ലൈനാണ് ഇമ്പോർട്ടൻറ്റ്. ഈ താഴത്തെ 2 ലെയർ ഡൺ. ഇനി ഇത് വന്ന് ഇങ്ങനെ അവസാനിക്കണം. ഇനി അടുത്തത് ഇങ്ങനെ, അത് ഇവിടം വരെ വരും. അപ്പോൾ ഇനി ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ അവസാനിക്കും. അവസാനിച്ച് കഴിയുമ്പോൾ നമ്മളിനി ഇത് വരയ്ക്കും, ഇവിടം വരെ. അപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് തുടങ്ങാനായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് വന്ന് അവസാനിച്ചു. നമുക്ക് ഇങ്ങനൊരു സ്ക്വയർ കിട്ടി. ഇനി ഞാൻ ആ പെൻസിലിൻ്റെ ഇതൊന്ന് ഇറേസ് ചെയ്ത് കളയാണ്. അപ്പോൾ ആ ഇടയിലുള്ളതൊക്കെ നമുക്ക് മാഞ്ഞു പോകും. ഉണ്ട് ഒരു ലൈറ്ററായിട്ടുള്ള ഇങ്ങനൊരു ഡയഗ്രാം കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ സർക്കിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് നിൽക്കുന്ന ആ സർക്കിളില്ലേ, അപ്പോൾ ആ സർക്കിള് ഞാനൊന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയ സർക്കിൾ, ഒരു സർക്കിൾ മതി. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു കുഞ്ഞു സർക്കിളും കൂടെ കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അഗൈൻ ഞാൻ എൻ്റെ ഗ്രീൻ പെൻസിൽ എടുക്കുകയാണ്. കളർ പെൻസിൽ എടുക്കുമ്പോൾ ഞാൻ മീഡിയം ഗ്രീൻ ആട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഗ്യാപ്പ് ഈ റെഡിൻ്റെ ഉള്ളിൽ വൈറ്റ് തന്നെ ആട്ടോ വരുന്നത്. ഇത്രയും ആയി. ഇനി അടുത്തത് യെല്ലോ ആണ്. യെല്ലോ കുറച്ച് നന്നായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ യെല്ലോ ഒന്ന് നല്ല സ്കെച്ച് കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നമുക്ക്
ആ ഒരു സർക്കിളായിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് വേണമെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെയൊക്കെ ബ്ലാക്ക് യൂസ് ചെയ്തതുകൊണ്ട് കേട്ടോ. ഇത്രയായി. ഇനി നെക്സ്റ്റ് ലെയറാണ്. നെക്സ്റ്റ് ലെയറിന് നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ വീണ്ടും കോമ്പസ് എടുത്തു. ഇതിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് എടുത്തു, അത് 1/4 ഭാഗം എടുത്തിട്ട് എല്ലാ ലൈൻസിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുകയാണേ. ഇനി നമുക്ക് അവിടെ ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സെഗ്മെൻറ്റ്സ് കിട്ടി. ഇനി ഈ സെഗ്മെൻറ്റ്സിലെല്ലാം നമ്മൾ ഇങ്ങനെ ആർച്ചസ് വരയ്ക്കണം. ഓക്കെ, 18 എണ്ണം വരയ്ക്കാനുള്ള ഗ്യാപ്പ് കിട്ടും കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ എന്താ ഇങ്ങനെ വരച്ചു, അതിൻ്റെ ഉള്ളിലൊരു ലെയറും കൂടെ വരച്ചു. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ലെയർ വരച്ചു, അതിൻ്റെ ഉള്ളിലൊരു ലെയർ വരച്ചു. ഇനി മൂന്നാമത്തെ ലെയർ ഞാൻ റെഡ് കൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഞാൻ എന്താ ഇനി നാലാമത്തത് വീണ്ടും ബ്ലാക്ക് കൊണ്ട്. അടുത്തത് വീണ്ടും ഇനി നമുക്ക് ഇത്രയും കളർ ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാം. കാരണം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഇതിൽ വേറെ കളേഴ്സ് ഇല്ല, അതുകൊണ്ടാണ് അത് മാത്രം അങ്ങനെ സ്പെസിഫിക്കലി നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂ എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലൂ കൊടുക്കുക. ഓക്കെ, ബ്ലൂ കഴിഞ്ഞാൽ റെഡ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ റെഡ് കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ. അപ്പോൾ അടുത്തത് വീണ്ടും ഇപ്പുറത്ത് റെഡ്. റെഡ് കഴിഞ്ഞാൽ ഇനി ഗ്രീൻ വേണം. നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ കൊടുത്ത് അതേ ഗ്രീൻ. ഈ ഗ്രീൻ കഴിഞ്ഞാൽ വീണ്ടും റെഡ്. ഇനി അടുത്തത് നല്ല ഡാർക്ക് യെല്ലോ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ
ഞാനത് വരയ്ക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ വീണ്ടും റെഡ്. ഞാൻ എന്താ യെല്ലോ കൊടുക്കുകയാണ്. പിന്നെ റെഡ്. നമ്മൾ ഇതേ പാറ്റേൺ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ വരും, ബ്ലൂ കഴിഞ്ഞാൽ റെഡ്, അത് കഴിഞ്ഞാൽ ഈ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത്. ഞാൻ അങ്ങനെ വിട്ടു. ഇനിയുള്ളതെല്ലാം ഇനി നമുക്ക് ഫീലിങ്സിലേക്ക് കിടക്കാം. വി ഗോണ സ്റ്റാർട്ട് വിത്ത് ബ്ലൂ. ഇനി അത് കഴിഞ്ഞാൽ റെഡ്, ഇനി ഇവിടെ വീണ്ടും റെഡ് തന്നെയാണ്. സോറി, ഇനി അത് കഴിഞ്ഞാൽ ഗ്രീൻ, റെഡ്, യെല്ലോ, വീണ്ടും റെഡ്. ഓക്കെ, ഞാൻ എന്താ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യണം. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒരു സ്ക്വയർ വരയ്ക്കണം. വീണ്ടും നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇതേ ലെയർ ഒരിക്കൽ കൂടെ വരച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്യാത്തതിൻ്റെ കാരണം സ്പേസ് ഇത്തിരി കുറവാണെന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി വലിയ സ്കെയിൽ എടുക്കുകയാണ്. വലിയ സ്കെയിൽ എടുത്തിട്ട് ഞാൻ എന്താ ഒരു ലെയർ ഇങ്ങനെ വരച്ചു നീളത്തിൽ കേട്ടോ, രണ്ട് സൈഡിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഇതേപോലെ ഈ എൻഡിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി, നമ്മുടെ ഈ സർക്കിളിന് ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഓക്കെ, ഇനി അതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വീണ്ടും അടുത്ത ലെയർ ഓഫ് ഇതിലേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് ഇത്രയും കറക്റ്റായി. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു ഇങ്ങനെ.
എന്നിട്ട് എൻ്റെ തൊട്ട് വീതിയിൽ ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ തന്നെ, ഈ സ്കെയിൽ ഇവിടെ വീതിക്ക് യെസ് കിട്ടും. ഈ ഒരു വീതിയിൽ ഞാൻ ഇങ്ങനൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്റർ എവിടെ നോക്കാം. അപ്പോൾ ഇതൊരു 13 സെൻറ്റിമീറ്റർ ഉണ്ട്. 13 എന്ന് പറയുമ്പോൾ 7.5. ഇവിടെ ഇത്രയും ഭാഗം ഞാനിവിടെ ഇതിലേക്കൊരു കണക്ഷൻ കൊടുക്കുകയാണ്, ഒരു ചെറിയ കണക്ഷൻ. ഞാൻ ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. രണ്ടര. ഇങ്ങനെ ഞാൻ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റാണ്. ഇങ്ങനെ ഇവിടെ ഒരു സ്ക്വയർ വരും, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. ഓക്കെ, ഈ മുകളിലത്തെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തത് ചെയ്യാം. ഓക്കെ, ചെയ്യാൻ പോകുന്നത് ടേക്ക് ദ ബ്ലാക്ക് എടുത്തിട്ട് ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തു, ഹാഫായി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ എടുത്തു, ഫില്ല് ചെയ്തു. ഇങ്ങനൊരു സ്ക്വയർ. അതേപോലെ ഇതുവരെയുള്ള കോർണറിലോട്ടും കൊടുത്തു. ആൻഡ് ഈ കോർണറിന് ഞാൻ ഹാഫാക്കി ഡിവൈഡ് ചെയ്തു. ഇതിനെ മുകളിൽ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനുള്ളിലുള്ള എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് ഒന്ന് മായ്ച്ചു കൊടുക്കാം. പെൻസിലേ വേണ്ട കേട്ടോ നമുക്ക്. ഇത്രയും ഭാഗം നമുക്ക് കിട്ടി. ഇനി ഈ സെക്ഷനിൽ വരുന്ന ഈ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലൊക്കെ ബ്ലൂ ഫില്ല് ചെയ്യണേ. ഇനി ഇതിൻ്റെ നടുവിൽ റെഡ് എവിടെ, ഞാൻ റെഡ് ബോർഡർ ഇട്ടിട്ട് ഇങ്ങനൊരു സ്ക്വയർ വരച്ചു. അതിൻ്റെ ഉള്ളിൽ വൈറ്റ് തന്നെയാണ്, ഇനി അതിൽ മാറ്റമൊന്നുമില്ല. ഈ ഭാഗത്ത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഞാൻ റെഡ് ഫില്ല് ചെയ്യണം. ഫുൾ റെഡ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു സെറ്റിലേക്ക് പോവാം. ഇവിടെ പോകുമ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരുവിധം സെൻറ്ററിൻ്റെ നമ്മളിവിടെ ഇത്രയും ഭാഗത്ത് ഫുൾ ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ
നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഒരു റെക്റ്റാങ്കിൾ വരച്ചു, വലിയൊരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. അപ്പം ഇവിടെ ഇത്രയും വീതി കൊടുക്കാം. അപ്പം ഇനി അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഓക്കെ, നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. സോ ഞാനത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, എൻ്റെ മാർക്കർ ഒരു ചെറിയ പണി തന്നു. സോ ജസ്റ്റ് ചേഞ്ചിങ് മൈ മാർക്കർ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഇത്രയും വരച്ചു. ഇനി നമുക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് കളയാം. അതിന് മുമ്പ് ഇവിടെയും കൂടെ ഒന്ന് കൊടുക്കാനുണ്ട് കേട്ടോ, ഈ ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഉണ്ട്. ഇവിടെ നമ്മൾ വരച്ച പോലെ തന്നെ ഇവിടെയും ഒരു സ്പേസ് വരച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സർക്കിൾ നമുക്ക് കൊടുക്കണം. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രയാങ്കിൾസ് വരയ്ക്കും. ഞാൻ ചെറിയ ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ എടുത്തിട്ട് അവിടെ ചെറിയൊരു സർക്കിൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സർക്കിൾ കൊടുത്തു. ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഗ്രീൻ എടുത്തു. റൗണ്ട് ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഗ്രീന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ഗ്രീന് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു നമ്മളിത് ഇവിടെ കൊടുത്ത പോലത്തെ നടുവിൽ കൊടുത്ത പോലത്തെ സ്റ്റാറാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് റെഡ് കൊണ്ട് തന്നെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ്.
ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇങ്ങനെ വന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ചത് കറുകറാനായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ഒരു പെൻസിലിൻ്റെ ഇതും കൂടെ ഒന്ന് ശരിയാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര മിസ്റ്റേക്കായി പോയത്. ഒരുവിധം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം. അടുത്തത് മുകളിലെ ഭാഗമാണ്. മുകളിലെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അത് വരച്ചു കൊടുത്തു. ഇത് സെൻറ്റർ ആണല്ലോ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചു. ഇനി നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഇറേസ് ചെയ്യാം. നമ്മളിവിടുത്തെ ഒരു ചെറിയ ഭാഗം ഇറേസ് ചെയ്യാനല്ല വരയ്ക്കാനുണ്ട്. ബ്ലൂ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒന്നിച്ച് കൊടുത്തേക്കാം. പതുക്കെ പതുക്കെ ഈ എക്സ്ട്രാ ഉള്ള എല്ലാ സാധനവും വായിച്ചാൽ കേട്ടോ നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂ കളർ എടുക്കുകയാണ്, ഡാർക്ക് ബ്ലൂ എടുത്തതിന് ശേഷം ഇതാ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക്. ഡാർക്ക് ബ്ലൂ എടുത്ത സ്ഥിതിക്ക് നമുക്കത് ഫില്ല് ചെയ്തിട്ടുണ്ട്. So I'm just filling these up. Okay. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ബാക്കിയുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് ഒരു വ്യത്യസ്തമായൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റൈലിലേക്കായില്ലേ നമ്മുടെ ഈ ഒരു മണ്ഡലം. ബ്ലൂ പാർട്ട് മുഴുവൻ ഒന്ന് കൊടുത്ത് തീർക്കണ്ട കേട്ടോ. നെക്സ്റ്റ് സൈഡ് വരയ്ക്കാം. ഇനി ഈ സൈഡിൽ ഞാൻ സെയിം റിപ്പീറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഏകദേശം സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് ഒരു ലൈൻ കൊടുത്തു. ആൻഡ് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കുകയാണ്. നൗ ലെറ്റ്സ് മാർക്ക് വിത്ത് ദി മാർക്കർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. Let's remove all the extras. ഒരു മിനിറ്റ്. ഇപ്പോൾ I believe the whole painting is quite neat and clean. നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ളത് ഒരു ക്രസൻറ്റ് മൂണാണ് കേട്ടോ. അത് ഞാൻ റെഡാണ്, ഇതിൽ ഫുൾ റെഡ് കൊടുക്കാം കേട്ടോ ഇവിടെ. ആൻഡ് ഇതിനകത്ത് ഫുൾ റിമൂവ് ദിസ് പാർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പെൻഡിങ് ഉള്ളൊരു കളർ വിച്ച് ഇസ് യെല്ലോ ആണ്. അപ്പോൾ ലെറ്റ്സ് ഫിൽ യെല്ലോ. ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഐ എം സ്റ്റിൽ ടെലിങ് യു, ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ 24 കളർ സെറ്റാണ്. 24+2 26 കളർ സെറ്റ്. അപ്പോൾ അതിനകത്തുള്ള കളേഴ്സാണ് ഞാൻ ജനറിക്കായിട്ട് യൂസ് ചെയ്യാറ്. ഈ ഒരു കുഞ്ഞു ഭാഗം കൂടെ ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ഒരു 5 എലമെൻറ്റ്സ് 5 കളേഴ്സ് വരുന്നില്ലേ, വൈറ്റ്, യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് ആൻഡ് ബ്ലൂ, 5 കളേഴ്സ് 5 എലമെൻറ്റ്സ് വരുന്ന ഒരു mandala. Okay, that's all. Thank you.